പ്രേക്ഷകരെ പുത്തൻപുലരി തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഗോവ വിമോചന ദിനമാണ്. ഏതാണ്ട് 64 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമാണ് ഭാരതീയ ജനസംഘത്തിൻ്റെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഗോവ വിമോചന പോരാട്ടം വിജയം കാണുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോർച്ചുഗീസുകാർ ഗോവ വിട്ട് ഭാരതത്തിന് പുറത്തേക്ക് പോകുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ 1947 ശേഷവും നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ വിദേശ ശക്തികളാൽ ഭരിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വിധേയപ്പെട്ട് ആ ഭരണത്തിന് കീഴിലായിരുന്നു എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 451 വർഷമാണ് ഗോവ എന്ന ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ളൊരു പ്രദേശം പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്നത്. പിന്നീട് ഐതിഹാസികമായി നടന്ന വിവിധ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് 1961 ഡിസംബർ മാസം 19-ാം തീയതി, അതായത് 64 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം പോർച്ചുഗീസുകാർക്ക് ഗോവ വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ശ്വാസം ഗോവ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 64 വർഷം തികയുകയാണ്. ആ ചരിത്രം നോക്കാം. സ്വതന്ത്ര ഗോവയ്ക്ക് ഇന്ന് 64 വയസ്സ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്ത് കൊങ്കൺ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗോവ പടിഞ്ഞാറൻ തീരത്തുടനീളം അറേബ്യൻ കടലിനാൽ ചുറ്റപ്പെട്ട ഭൂപ്രദേശം. പല വൈദേശിക വ്യാപാരങ്ങൾക്കും മതപരിവർത്തനങ്ങൾക്കും വളക്കൂറുള്ള മണ്ണുകൂടിയായിരുന്നു ഗോവ. 1961 ഗോവയെ പോർച്ചുഗീസിന്റെ കൊളോണിയൽ ഭരണത്തിൽ നിന്നും ഭാരതം മോചിപ്പിക്കുന്നത്. 451 വർഷമാണ് ഗോവ പോർച്ചുഗീസ് ഭരണത്തിന് വിധേയപ്പെട്ടത്. 1955 ഗോവയുടെ വിമോചനത്തിലായി ജവഹർലാൽ നെഹ്റുവിന്റെ അയഞ്ഞ നയതന്ത്ര നിലപാടിനെ എതിർത്തുകൊണ്ട് ഗോവ വിമോചന പ്രസ്ഥാനം രൂപപ്പെടുന്നത്. സമരത്തിന്റെ ആദ്യ നാളുകളിൽ രാജാഭായ് മഹാകൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോർച്ചുഗീസ് പട്ടാളം വെടിവെച്ച് വീഴ്ത്തി. ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറുക അല്ലെങ്കിൽ മരിക്കുക, ഇതായിരുന്നു പോർച്ചുഗീസിന്റെ ഭരണനയം. പോർച്ചുഗീസ് ഗോവയിൽ നടത്തിയ അതിക്രമങ്ങളിൽ അറുതി വരുത്തുക എന്ന ആവശ്യവുമായി 1955 ജൂൺ 13 ഭാരതീയ ജനസംഘത്തിന്റെ നേതൃത്വത്തിൽ ജഗന്നാഥ റാവു ജോഷി RSS പ്രവർത്തകർക്കൊപ്പം ഗോവ സത്യാഗ്രഹം ആരംഭിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ 3000 പ്രവർത്തകർ അന്ന് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. കർണാടകയിൽ നിന്നും ആരംഭിച്ച സത്യാഗ്രഹ മാർച്ച് ഗോവൻ അതിർത്തിയിൽ വെച്ച് പോർച്ചുഗീസ് പട്ടാളം തടഞ്ഞു. ലാത്തിച്ചാർജ് നടത്തി, വെടിയുതിർത്തു. പോർച്ചുഗീസ് പട്ടാളം സത്യാഗ്രഹ സംഘത്തെ ക്രൂരമായി പീഡിപ്പിച്ചു. ഇതിലും പ്രധാനമന്ത്രി നെഹ്റു മൗനം പാലിച്ചു. സൈനിക നടപടിക്ക് അനുമതി നൽകാതെ കടിഞ്ഞാണിട്ടു. 1955 ജൂൺ 15 സത്യാഗ്രഹ സമരത്തിന് നേരെ പോർച്ചുഗീസ് സൈനിക നടപടി സ്വീകരിച്ചു. 51 വീരപുത്രന്മാർ ഗോവയുടെ മണ്ണിൽ മരിച്ചു വീണു. സൈനിക സഹായം ആവശ്യപ്പെട്ട ജനസംഘത്തോട് സർക്കാർ മുഖം തിരിച്ചു. സത്യാഗ്രഹം നിരോധിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല. രാജ്യം 9ാമത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ ദേശസ്നേഹികൾ പോർച്ചുഗീസിന്റെ തോക്കുകൾ താണ്ടി ഗോവയ്ക്ക് വേണ്ടി മുന്നോട്ടു നീങ്ങി. ഗോവയുടെ മോചനത്തിനു വേണ്ടി 1961 വരെ നിരവധി ദേശസ്നേഹ പ്രസ്ഥാനങ്ങൾ പോരാടി. ജനസംഘത്തിലെ സത്യാഗ്രഹികളുടെ എണ്ണം മറ്റെല്ലാ പാർട്ടികളുടെയും സംയുക്ത പ്രതിഷേധക്കാരുടെ എണ്ണത്തിന്റെ 4 ഇരട്ടിയായിരുന്നു. നിരന്തരം പോർച്ചുഗീസുമായി നെഹ്റു നടത്തിയ ചർച്ചകളൊക്കെ വിഫലമായി. ജനസംഘം വീണ്ടും സൈനിക നടപടി ആവശ്യപ്പെട്ടു. സമ്മർദ്ദത്തിനൊടുവിൽ സൈനിക നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചു. 1955 ഗോവയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച 30 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ പോർച്ചുഗീസ് പോലീസ് വെടിവെച്ചു കൊന്നു. സർക്കാരിന് സമ്മർദ്ദം കൂടി. ഓപ്പറേഷൻ വിജയ് ദൗത്യം ആരംഭിച്ചു. താമസിയാതെ 36 മണിക്കൂർ നീണ്ടുനിന്ന സൈനിക ഓപ്പറേഷന് ശേഷം പോർച്ചുഗീസ് കീഴടങ്ങുന്നതായി സൈനിക മേധാവി മാനുവൽ സിൽവ ഭാരതത്തിന്റെ സൈന്യത്തെ അറിയിച്ചു. ഭാരതത്തിന്റെ 22 സൈനികരാണ് ദൗത്യത്തിൽ വീരമൃത്യു വരിച്ചത്. അങ്ങനെ ജനസംഘത്തിന്റെയും സൈന്യത്തിന്റെയും തീവ്രശ്രമത്തിന്റെ ഫലമായി ഗോവ ഭാരതത്തിന്റെ ഭാഗമായി. ദേശസ്നേഹികളുടെ നിണമൊഴുകി നിരന്തരം മണ്ഡോവി നദി ചുവന്നെങ്കിലും ഗോവയിൽ സമാധാനത്തിന്റെയും ദേശീയതയുടെയും അലകൾ തീരത്തെ തഴുകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.